ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർട്ട് നോക്കി എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ടെക്നിക്കൽ ലെവൽസ് മാർക്ക് ചെയ്യും എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള 11ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. നിങ്ങൾക്ക് ആ മറ്റ് വീഡിയോസ് കാണണമെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 ദിവസത്തെ സെൻസെക്സിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ടുകളിൽ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ ടെക്നിക്കൽ ലെവൽസ് മാർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം, അതായത് 17-ാം തീയതി 18-ാമത്തെ ചാർട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് 19ാമത്തെ ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് 17-ാം തീയതിയിലത്തെ ലെവൽസ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ടൂൾസിൽ പോയി കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻ കാണാൻ സാധിക്കും, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം 17-ാം തീയതിയിലത്തെ ഹൈ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ കൂടെ കാണാൻ സാധിക്കും 17-ാം തീയതിയിലത്തെ ഹൈ നമുക്ക് 18-ാം തീയതി സപ്പോർട്ട് എടുത്ത് തിരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. വീണ്ടും നമുക്ക് ഇവിടെ തന്നെ മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കണ്ടോ, ഈ ഒരു ലോ കണക്ട് ചെയ്യാം, അതായത് 18-ാം തീയതിയിലത്തെ ലോയും കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ക്യാൻഡിൽസ് ആ ലെവൽസിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു സപ്പോർട്ട് ലെവൽ ഇവിടെ കിട്ടി. ഇതേ സെയിം തന്നെ നമുക്ക് 18-ാം തീയതിയിലത്തെ ഹൈയും മാർക്ക് ചെയ്യാം. ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് 17-ാം തീയതിയിലത്തെ ലോയും മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ കിട്ടിയിട്ടുണ്ട്. അതായത് മാർക്കറ്റ് 83,144 മുതൽ 82,529 ലെവലിൻ്റെ ഇടയിൽ നമുക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലെവൽസ് യൂസ് ചെയ്യാം. വേറൊരു ലെവൽസ് നമുക്ക് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴാണ് മാർക്കറ്റ് ഈ ലെവൽസിൽ ടച്ച് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്കൊരു എൻട്രി വരാം. ഓക്കെ, അതായത് നമ്മുടെ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. നമ്മളൊരു ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്ത് 5 മിനിറ്റ് ഗ്രീൻ ക്യാനിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നടന്ന് ബൈയിലേക്ക് പോകും. അതിൽ താഴെ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് റെഡ് ക്യാനിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സെല്ലിലേക്ക് പോകും. ഓക്കെ, അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺഫർമേഷന് വേണ്ടിയാണ്, കാരണം നമ്മൾ വേറെ ടൂൾസൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് ഈ ഒരു ലെവൽസ് റെസ്പെക്റ്റ് ചെയ്തതെന്ന്. 19-ാം തീയതി, ഇപ്പോൾ 19-ാം തീയതി മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരാണ്. ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, നമുക്കറിയാം. നമുക്കത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മാർക്കറ്റ് ആ ഒരു സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് അവിടെ നിന്നൊരു പിൻ ബാർ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പിൻ ബാർ സാധാരണ ലോയിൽ വരാണെങ്കിൽ അതൊരു ട്രെൻഡ് റിവേഴ്സലിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ഒന്ന് മാർക്ക് ചെയ്യാം, കാരണം ചിലപ്പോൾ റിവേഴ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ അടുത്ത് നോക്കേണ്ടത് 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് വെയിറ്റ് ചെയ്യണം. കണ്ടോ, അടുത്ത ക്യാൻഡിൽ ആ ലെവൽ ടച്ച് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ആ ഒരു സപ്പോർട്ടോടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് സെല്ലാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെല്ല് ചെയ്തിട്ട് ഈ ഒരു ലെവൽസിന് മുകളിൽ, നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാൽ മതി. ഇനി നമുക്ക് ടാർഗറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത ലെവൽസ് വരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു ലെവൽ വരെ വെയിറ്റ് ചെയ്യാം, കാരണം അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയാനായിട്ട് ഈ ഒരു ലെവൽസാണ്. അപ്പോൾ നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡറൊക്കെ ആണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാർക്കറ്റ് കണ്ടോ ആ ഒരു ലെവൽസിൽ തന്നെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, 82,709 ലെവൽ, എക്സാക്റ്റ് ആ ലെവൽസിൽ തന്നെയാണ് മാർക്കറ്റ് വീണ്ടും ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നു. വീണ്ടും മാർക്കറ്റ് തിരിച്ചേറി ആ ഒരു ലെവൽസിൽ ടച്ച് ചെയ്തു. കണ്ടോ, അവിടെ നല്ല രീതിയിൽ ഒരു സെൽ വന്നു. കണ്ടോ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലെവൽസിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ ഇവിടെയാണ് ആ ഒരു റെസിസ്റ്റൻസ് ഉള്ളത്. കണ്ടോ, അതുകൊണ്ടാണ് ആ ഒരു മാർക്കറ്റ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാത്തത്. അപ്പോൾ നമുക്കിങ്ങനെ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത എൻട്രി എങ്ങനെ വരുന്നത്? അടുത്ത എൻട്രി ഒന്നല്ലെങ്കിൽ 82,492, അതായത് 490 താഴെ 5 മിനിറ്റ് ക്യാനിൽ ക്ലോസ് ചെയ്യണം. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാനിൽ റിവേഴ്സ് വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും നമുക്ക് സെയിം തന്നെ ആ ഒരു ഹൈ മാർക്ക് ചെയ്യാം. ഇതിന് മുകളിൽ 5 മിനിറ്റ് ക്യാനിൽ ക്ലോസ് ചെയ്യണം. നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് ബൈ ഇട്ട് വയ്ക്കരുത്. 5 മിനിറ്റ് ക്യാനിൽ ക്ലോസ് ചെയ്യുന്ന ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട്. വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നു.
കണ്ടോ നമ്മുടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ബൈ ആണ്. കാരണം മാർക്കറ്റ് ഒരുപാട് തവണ അത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, താഴേക്ക് വന്നു, പക്ഷേ ഈ സപ്പോർട്ടും ബ്രേക്ക് ചെയ്യുന്നില്ല. അതിനുശേഷം ഇവിടെ കണ്ടോ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബൈയിലേക്ക് പോകാവുന്നതാണ്. നമ്മുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ലെവലായിരിക്കും നമ്മുടെ ടാർഗറ്റ്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ലെവൽസിന് താഴെ സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഓപ്ഷൻ ട്രേഡർ ആണെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് എപ്പോൾ താഴേക്ക് വരുന്നു ആ സമയത്ത് നമുക്കത് എക്സിറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്നും എക്സിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കാം. ഇപ്പോൾ നമുക്ക് ഭയങ്കര താഴെയാണ്, നല്ല സ്റ്റോപ്പ് ലോസ് കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻട്രി എടുത്താലും മതി. ഓക്കെ, നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. കണ്ടോ ഈ ഒരു ക്യാൻഡിൽ എൻട്രി എടുക്കാം. കാരണം മാർക്കറ്റ് തിരിച്ച് കയറി ഉണ്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസേ വരത്തുള്ളൂ. ഓക്കെ, കണ്ടോ നല്ല രീതിയിൽ മാർക്കറ്റ് താഴെ വന്നു. കണ്ടോ ആ ഒരു റെസിസ്റ്റൻസ് നല്ല രീതിയിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഇവിടെ ഒരു സപ്പോർട്ടായിരുന്നു. കണ്ടോ അതിവിടെ ബ്രേക്ക് ചെയ്തിട്ടാണ് കയറിപ്പോയത്, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ സപ്പോർട്ടാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. കണ്ടോ വീണ്ടും മാർക്കറ്റ് ആ ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറി. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് ലെവൽസ് മാത്രമാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ലെവൽസിൽ മാർക്കറ്റ് നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് നമുക്കൊരു ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കത്തില്ല. നമ്മൾ മാനുവലായിട്ട് ലെവൽസ് മാർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത്രയും പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇതേപോലെ തന്നെ ലെവൽസൊക്കെ മാർക്ക് ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അതിനുശേഷം മാത്രം റിയൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റിയുള്ള 11ാമത്തെ വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾ ബാക്കി വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് കൂടുതലൊരു ഐഡിയ കിട്ടുന്നതാണ്. നമ്മൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിനൊക്കെ പറ്റി ഇതേപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സെൻസസ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോസിനൊക്കെ വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.